പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇറാൻ അടുത്ത 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ മുഖേനയുള്ള മധ്യസ്ഥ ചർച്ചകളിലാണ് ടെഹ്റാൻ തങ്ങളുടെ ഉറച്ച നിലപാട് അമേരിക്കയെ അറിയിച്ചത്. വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ എന്ന നിലയിലാണ് ഈ 5 കാര്യങ്ങൾ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇവ നടപ്പിലാക്കാതെ സമാധാന ചർച്ചകളിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാകില്ലെന്ന കർശന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ നിബന്ധന. പ്രത്യേകിച്ച് ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിൽ നിന്നും അമേരിക്കയും ഇസ്രയേലും പിന്മാറണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ തടയാൻ വെറുമൊരു വെടിനിർത്തൽ പോരെന്നും സൈനിക നീക്കങ്ങൾ സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥരെ അറിയിച്ചു. രണ്ടാമതായി ഇറാനുമേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നതാണ് അവരുടെ ആവശ്യം. വർഷങ്ങളായി തുടരുന്ന ഈ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകൾ ഫലപ്രദമാകണമെങ്കിൽ ഈ സാമ്പത്തിക യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അവർ വാദിക്കുന്നു. വെറുമൊരു വാഗ്ദാനത്തിനപ്പുറം പ്രായോഗികമായി ഉപരോധങ്ങൾ മാറ്റിയാൽ മാത്രമേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന് ടെഹ്റാൻ കരുതുന്നു. വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇറാന്റെ സാമ്പത്തിക ആസ്തികൾ ഉടനടി വിട്ടു നൽകണം എന്നതാണ് മൂന്നാമത്തെ നിബന്ധന. കോടിക്കണക്കിന് ഡോളറാണ് വിവിധ രാജ്യങ്ങളിലായി അമേരിക്കൻ നിർദ്ദേശപ്രകാരം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ തുക ഇറാന്റെ പുനർനിർമ്മാണത്തിനും ജനക്ഷേമത്തിനുമായി വിനിയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇത് വിശ്വാസ്യതയുടെ വലിയൊരു പരീക്ഷണമായി ഇറാൻ കണക്കാക്കുന്നു. നാലാമത്തെ നിബന്ധന യുദ്ധ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആൾനാശത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും ഉത്തരം പറയാൻ വാഷിംഗ്ടൺ ബാധ്യസ്ഥരാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ നിബന്ധന ഹോർമുസ് കടലിടുക്കിനു മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയുടെ നിയന്ത്രണം ഇറാന്റെ അവകാശമാണെന്ന് അമേരിക്ക ഔദ്യോഗികമായി സമ്മതിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഈ മേഖലയിലെ അമേരിക്കൻ നാവിക സാന്നിധ്യവും ഉപരോധവും അവസാനിപ്പിക്കണമെന്നും ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നു. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേനയാണ് ഈ 5 കാര്യങ്ങളും ഇറാൻ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷവും അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലും അമേരിക്ക തുടരുന്ന നാവിക ഉപരോധം ടെഹ്റാനിൽ കടുത്ത വിശ്വാസമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾക്ക് മുന്നോടിയായി മിനിമം ഗ്യാരണ്ടി വേണമെന്ന് ഇറാൻ ശഠിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയായാണ് ഇറാൻ ഈ 5 നിബന്ധനകൾ അവതരിപ്പിച്ചത്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഏകപക്ഷീയമാണെന്നും യുദ്ധകളത്തിൽ നേടാൻ കഴിയാത്തത് നയതന്ത്ര മേശയിൽ നേടിയെടുക്കാനുള്ള ശ്രമമാണെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസെം ഖരീബാബാദി കുറ്റപ്പെടുത്തി. ഇറാനെ കീഴ്പ്പെടുത്താനുള്ള രേഖയല്ല സമാധാന കരാറെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാന്റെ ഈ നിബന്ധനകളെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്ക ഇറാന് നൽകിയ നിർദ്ദേശങ്ങളിൽ അവരുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് നിയന്ത്രണം വേണമെന്നും ഉൾപ്പെടുന്നു. എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് മുൻപ് അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ നടപ്പിലാക്കണമെന്ന വാശിയിലാണ് ഇറാൻ. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുകയാണ്. ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പാർലമെന്റും ഈ 5 നിബന്ധനകൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. ഭീഷണിയിലൂടെയും സമ്മർദ്ദത്തിലൂടെയും തങ്ങളെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്നും മാനം മര്യാദയുള്ള ഒരു സമാധാന കരാറിന് മാത്രമേ പ്രസക്തിയുള്ളൂവെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതും ഇറാൻ നടത്തിയ തിരിച്ചടി മിസൈൽ ആക്രമണങ്ങളും മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ കരുത്തുപയോഗിച്ചാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയോട് വിലപേശുന്നത്. ഇറാന്റെ വിദേശ നയത്തിൽ വന്ന ഈ മാറ്റം പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ മേഖല വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതി ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന് ഈ വിഷയം വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ കടുപ്പമേറിയ നിബന്ധനകൾ അംഗീകരിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അതേസമയം ഇറാൻ തങ്ങളുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്.
യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് വീണ്ടും പ്രഖ്യാപിച്ചു. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സൈനികമായും സാങ്കേതികമായും കൂടുതൽ കരുത്തരാകാനാണ് അവർ ശ്രമിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്ന് ട്രംപ് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരുന്നു. എന്നാൽ പ്രായോഗികമായ നടപടികൾ ഉണ്ടാകാതെ വെറുമൊരു ചർച്ചയിൽ കാര്യമില്ലെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ ഈ 5 കടുത്ത നിബന്ധനകൾ അമേരിക്കൻ വിദേശ നയത്തിനുമേലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. സമാധാനത്തിനുള്ള വഴി കടുപ്പമേറിയതാണെന്നും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കില്ലെന്നും ഈ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടൺ നൽകുന്ന മറുപടി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനം.